വ്യത്യസ്തരായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥി ഉണ്ടാകാൻ നമ്മുടെ സോന നായർ ചേച്ചിയാണ്. ചേച്ചി നമസ്കാരം. നമസ്കാരം. ആളെ കിട്ടിപ്പോയി മതി. നമ്മളൊരു ഷോർട്ട് ഫിലിമിന്റെ ഭാഗമായിട്ട് ഒരു ഫോട്ടോഷൂട്ട് ചെയ്തതിന് ഒരുപാട് ആൾക്കാർ ഭയങ്കരമായിട്ട് വിമർശിക്കുകയൊക്കെ ചെയ്തിരുന്നു. സ്വാഭാവികം. അപ്പോൾ അതെ, അവസരങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ആടെ അഴിച്ചു തുടങ്ങിയെന്ന് വരെ പറഞ്ഞിട്ട് വരെ ഇതിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരർത്ഥത്തിൽ അത് ഇഷ്ടം കൊണ്ടല്ലേ ചേച്ചി? അത് ഉത്തരം പറ. പക്ഷെ ഞാൻ എല്ലാം ഒരു പോസിറ്റീവ് ലെവലിൽ അങ്ങ് എടുക്കും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് വേണം നമ്മുടെ മുഖ്യം, തീർച്ചയായും കമന്റ്സ് അല്ല മുഖ്യം. ഏതായാലും പടച്ചോനാണ് ഒരു കാര്യം തീർച്ചയാ, നമ്മൾ വിചാരിച്ചോ നല്ല ഉള്ളി. പണം കിട്ടാനോ മറ്റു സംഭവങ്ങൾക്കോ വേണ്ടിയിട്ട് തുണി ഇതുവരെ അഴിച്ചിട്ടില്ല. അത് കൊച്ചമ്മ പറയാതെ എനിക്കറിയില്ലേ. അങ്ങനെയുള്ള ഒരു ഭാഗ്യം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മുടെ കൂടെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഒരു കല്യാണത്തിനോ അടുത്ത് എന്തെങ്കിലും ഒന്നും സംസാരിക്കാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ തുറന്നു പറ, അവരുടെ സസ്പെൻസ് ഇടാതെ. കഴിക്കുന്നതിന്റെ ഇടയിലായിരിക്കും ക്യാമറ വെക്കുക. അത് നമ്മളെ ഉദ്ദേശിച്ചാണ്. അപ്പൊ അങ്ങനെ എത്ര പേരുടെ പ്രൈവസിക്കാണ് ഇല്ലാതാവുന്നത്. എന്താ ഉറക്കം വരുന്നു. ഇപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ കൂടെ ഞാൻ എവിടെങ്കിലും ഒറ്റയ്ക്ക് എവിടെങ്കിലും പോണെങ്കിൽ ഏതോ ഒരു താടിക്കാരന്റെ കൂടെ സോന നേരെ കണ്ടു കേട്ടോ. ഈ നാട് നന്നാവില്ല, ഒരു കാലത്ത് നന്നാവില്ല. എന്ത് ലോകമാണ്, പണ്ടത്തെ പോലെയാണോ ഇപ്പോ? സൊസൈറ്റി ഒരു മയർന്നാണ് വെറും. കാരണം ആൾക്കാർക്ക് നെഗറ്റിവിറ്റി ആണ് താല്പര്യം. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്തൊക്കെ മാം പറഞ്ഞ പോലെ ബാക്ക് സൈഡിൽ നിന്ന് മാക്സിമം എടുക്കാൻ നോക്കി കഴിഞ്ഞ് ഇവരെല്ലാരും ബാക്ക് സൈഡ് തന്നെ ഫോക്കസ് ചെയ്യും. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ.